മാന്യമഹാജനങ്ങളെ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കും. ചിലരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സംഭവം ആദ്യം തൊട്ട് പറയാം. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മൗദൂദികളും മാർക്സിസ്റ്റുകാരും തമ്മിലുള്ള ഈശാപോശ പുതിയ ഒരു നിലവാരത്തിലെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കായിട്ടുള്ള ദാവൂദ് സാഹിബ് ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർ സമാധാനത്തിന് നേരെ നടത്തിയിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ച് ഒരു പരമ്പര തന്നെ അവരുടെ മൗദൂദി ചാനലിൽ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്, അസർബൈജാനിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച്, ഇവരുടെയൊക്കെ സമഗ്രാധിപത്യ പ്രവണതയെക്കുറിച്ച്, ഏകാധിപത്യ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യത്വത്തോടുള്ള അവരുടെ പുച്ഛത്തെയും വെറുപ്പിനെയും കുറിച്ച് ഒക്കെ സാഹിബ് ഇങ്ങനെ ആളുകൾ ഉത്ബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ കാണുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷം പേര് ഉത്ബുദ്ധരാണ്, പ്രബുദ്ധരാണ്. പുതിയ വിശദീകരണമൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും സാഹിബിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മുച്ചൂടും മുടിപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന രീതിയിൽ പുള്ളി മുന്നിട്ടിറങ്ങിയിരിക്കും. മറ്റ് കുട്ടിക്കുരങ്ങന്മാരും ഒട്ടും മോശമല്ല. അജിംസ് ആണെങ്കിലും നിഷാദ് റാവുത്തരാണെങ്കിലും പിന്നെ ഈ സാക്ഷാൽ പ്രമോദ് രാവണനാണെങ്കിലും ആരും മോശമല്ല. എല്ലാവരും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ നിലം പരിശാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ എന്ന വാശിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതനുസരിച്ച് സഖാക്കന്മാർക്ക് ഈറ പിടിച്ചു. അവരും കഴിയാവുന്ന രീതിയിലേക്ക് തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് അഭംഗുരം അക്ഷീണം തുടരവേ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, പണ്ട് വണ്ടൂർ MLA ആയിരുന്ന കണ്ണൻ നിയമസഭയിൽ നടത്തിയ ഒരു സബ്മിഷൻ കയറി പിടിച്ച് ദാവൂദ് സാഹിബ് ചില വിശദീകരണങ്ങൾ നടത്തി. കണ്ണൻ MLA ഉദ്ദേശിച്ച കാര്യങ്ങളല്ല, അദ്ദേഹം മനസ്സാവാച കർമ്മണ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും സാഹിബിൻ്റെ കയ്യിൽ നിന്നുള്ള ചില സാധനങ്ങളും കൂടി ഇട്ടിട്ടാണ് ഇത് പൊലിപ്പിച്ചത്. ആ സബ്മിഷൻ മുഴുവൻ വായിച്ചാൽ കണ്ണൻ MLA പറഞ്ഞത് നാദാപുരത്ത് പോപ്പുലർ ഫണ്ടുകാരെ നടത്തുന്ന ഗുണ്ടായുസത്തെക്കുറിച്ചാണ്. ഈ സംഗതിയെ മലപ്പുറത്ത് മുസ്ലിങ്ങൾ മറ്റ് സമുദായക്കാർക്കെതിരെ നടത്തുന്ന അതിക്രമം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ദാവൂദ് സാഹിബ് പുള്ളിയുടെ പതിവ് ശൈലിയിലുള്ള ഒരു കസർത്ത് നടത്തി. ഇതോടുകൂടി വണ്ടൂരുള്ള സഖാക്കൾ പ്രകോപിതരായി. അവർക്കറിയാവുന്ന രീതിയിലൊരു പ്രകടനം സംഘടിപ്പിച്ചു. വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ്. അതിൽ വളരെ രസകരമായ ഒരുപാട് മുദ്രാവാക്യങ്ങൾ സാധാരണ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചും അലി ആര്യാട് മുഹമ്മദിനെക്കുറിച്ചും ഒക്കെ വിളിക്കുന്ന അതേ ശൈലിയിൽ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. മൗദൂദികളെ, പട്ടികളെ, തെണ്ടികളെ, പരനാരികളെ, CPMകാരുടെ ഒരു സാധാരണ ആ രീതിയുണ്ടല്ലോ, അവരുടെ സംസ്കാരത്തിനൊത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ആ കൂട്ടത്തിൽ പ്രസ്ഥാനത്തിന് നേരെ നീട്ടാൻ ആ കൈകൾ വെട്ടിയെടുക്കും, ഇതും സ്റ്റോക്ക് മുദ്രാവാക്യമാണ്. കോൺഗ്രസിനെക്കുറിച്ച്, RSSനെക്കുറിച്ച്, ലീഗിനെക്കുറിച്ചൊക്കെ സാധാരണ മലബാറിലെ എല്ലാ സ്ഥലത്തും സഖാക്കൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ഇത് കേട്ട ഉടനെ ഈ മൗദൂദി ചാനലുകാർ പ്രകോപിതരായി. ദാവൂദ് സാഹിബിൻ്റെ കൈവെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായ ഇടിയും നിലവിളിയും തുടങ്ങി വെച്ചു. ഇതാ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ വലിയ വെല്ലുവിളി. മീഡിയ വൺ ചാനലിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ടുള്ള C ദാവൂദ്, അദ്ദേഹത്തിൻ്റെ കൈ CPMകാർ വെട്ടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രചരണമായി. പക്ഷേ കഷ്ടകാലത്തിന് ഇത് ഈ മീഡിയ വണ്ണല്ലാതെ വേറൊരു ചാനലും ഏറ്റുപിടിച്ചില്ല. ജയ്ഹിന്ദ് ആവട്ടെ, അല്ലെങ്കിൽ ജനമാകട്ടെ, അതുമല്ലെങ്കിൽ ഏഷ്യാനെറ്റോ മാതൃഭൂമിയോ മനോരമയോ ആരും പിടിച്ചില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇതിൽ ഇത്ര കാര്യമുള്ളൂ. മാർക്സിസ്റ്റുകാരുടെ മുദ്രാവാക്യം പുള്ളി കേട്ടുള്ള ആർക്കും അറിയാം. ഇതേ രീതിയിലുള്ള മുദ്രാവാക്യമാണ് മലപ്പുറം ജില്ലയിലെ ലീഗുകാരും പോപ്പുലർ ഫണ്ടുകാരും ഒക്കെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ കഴുത്തും വെട്ടും, തലയും വെട്ടും എന്ന് പത്തനംതിട്ടയിൽ, മലബാറിലൊന്നുമല്ല. ഒരു കോളേജിലെ SFIക്കാരായ പെമ്പിള്ളേരെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ദാവൂദിനെതിരെ വിളിച്ചു എന്ന് ഇവർ പറയുന്ന ഈ സ്റ്റോക്ക് മുദ്രാവാക്യം എത്രയോ നിരുപദ്രവമാണ്, നിസ്സാരമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള ബമ്പിച്ച വെല്ലുവിളി. ഓടി വരണേ എന്ന് പറഞ്ഞ് നിലവിളി തുടങ്ങി. അപ്പോഴത്തേക്ക് അടുപ്പ് കൂട്ടി ചർച്ച. ഇതാ മാധ്യമ സ്വാതന്ത്ര്യത്തെ കൈവെട്ടാൻ പോകുന്നു, കഴുത്ത് വെട്ടാൻ പോകുന്നു. അപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർ ചാടി വീണു. കൈയും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് പറഞ്ഞ് പോപ്പുലർ ഫണ്ടുകാർ മനോരമയുടെ മുമ്പിൽ കൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഈ കോൺഗ്രസ്സുകാരുടെ ആരുടെ വായിൽ നാക്കുണ്ടായിരുന്നില്ല. പാതാള വരണ്ടി കൊണ്ടു തപ്പി നോക്കിയാലും കിട്ടില്ലായിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ട്. ഉമ്മൻചാണ്ടി, KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോട്ടയം ടൗണിലുള്ളപ്പോഴാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. മാത്തുക്കുട്ടി ചാവനാകട്ടെ, മാവും മാത്യു ആകട്ടെ, പുള്ളിയുടെ അനിയൻ ജേക്കബ് മാത്യു ആകട്ടെ ഇത് കേട്ട ഭാവം വെച്ചില്ല.
മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരവും വെല്ലുവിളി എന്നവർ പറഞ്ഞില്ല. കാരണം മനോരമക്കാർക്ക് വിവേകമുണ്ട്, അതുകൊണ്ടുള്ള കച്ചവടം ഇത്തരം നല്ല രീതിയിൽ നടക്കും. പക്ഷേ അന്ന് മുതൽക്ക് ഈ തീവ്രവാദത്തിനെതിരായ വാർത്തകളിൽ മലയാള മനോരമ വലിയ മയം വരുത്തി. തീവ്രവാദം എന്ന വാക്ക് പിന്നീട് ഈ പത്രത്തിൽ വന്നിട്ടേ ഇല്ല. കാരണം അവർക്കറിയാം ഇതൊക്കെ പിടിക്കേണ്ട സ്ഥലത്ത് പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല തമാശകളും അന്ന് അരങ്ങേറി. ഈ കൈവെട്ട് കാലത്തെ കാര്യം പറഞ്ഞു. ഇവർ കൈവെട്ടെന്ന് പറഞ്ഞവരും മറ്റവർ കൈവെട്ടിയവരുമാണ്, അതാ വ്യത്യാസം. അപ്പോൾ ഈ ദാവൂദ് സാഹിബിൻ്റെ കൈവെട്ടുമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ മൊത്തം പ്രകോപിതരായി. സണ്ണി ജോസഫ് പറഞ്ഞു, അയ്യോ ഭയങ്കരമായ തെറ്റായിപ്പോയി. സതീശൻ്റെ കാര്യം പറയാനുമില്ല, പുള്ളി പൊട്ടിത്തെറിച്ചു. ദാവൂദിനെ പോലെ മതേതരവാദിയായ നിഷ്കളങ്കനായ കർത്തവ്യ വ്യഗ്രനായ ഒരു പത്രാധിപൻ്റെ കൈവെട്ടുമെന്ന് പറയുന്നത് പോലും ഭയങ്കര തെറ്റാണ്. കൈവെട്ടുന്നത് അതിലും ഭയങ്കര തെറ്റാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് ഈ SDPIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരു ചങ്ങാതിയുണ്ട്, മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി. അതേ മൂവാറ്റുപുഴയിൽ നിന്നിട്ടാണ് ഈ പ്രസ്താവന ഇറക്കുന്നത്. ഏത് ഈ അധ്യാപകൻ്റെ കൈവെട്ടിയ സ്ഥലമാണ് മൂവാറ്റുപുഴ. അവിടെ ഇരുന്നുകൊണ്ട് അഷ്റഫ് മൗലവി പറയാൻ കൈവെട്ടുമെന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ്, കൈവെട്ടുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതാണ്. അതുപോലെ ഇവരുടെ തേജസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് പോർട്ടലുണ്ട്. അതിലിരുന്നുകൊണ്ട് അതിൻ്റെ പത്രാധിപൻ ഗർജിക്കുകയാണ്. ഒരു ആളുടെ കൈ വെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്, കൈ വെട്ടാൻ പാടില്ല. വലത്തെ കൈയും ഇടത്തെ കാലം കൂടി വെട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതുള്ളൂ. പക്ഷേ കൈ മാത്രമായിട്ട് വെട്ടാൻ പാടില്ല. ഇതാണ് പോപ്പുലർ ഫ്രണ്ടുകാരുടെയും SDPIക്കാരുടെയും മനസ്സിലിരിക്കുന്നത്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് കേട്ട ഉടനെ പ്രകോപിതരായി. അയ്യോ എന്തൊരു ഭയങ്കര തെറ്റാണ്, എന്തൊരു അതിക്രമമാണ്, മാധ്യമ സ്വാതന്ത്ര്യമായ കുഴപ്പത്തിലായിരിക്കുക. ഏതായാലും ദാവൂദ് വലിയൊരു സ്റ്റാറായി എന്ന് പറഞ്ഞാൽ പുള്ളി പണ്ടേ സ്റ്റാറാണ്. ഇതോടെ പുള്ളിയുടെ സ്റ്റാർ വാല്യൂ വല്ലാതെ കൂടി. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ആൾ മമ്മൂട്ടിയാണോ ദാവൂദാണെന്ന് ചോദിച്ചാൽ കേൾക്കുന്നവരൊന്നും സംശയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ദാവൂദാണ്. മമ്മൂട്ടിയെ കുറച്ച് പറഞ്ഞാലോ, മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളൊക്കെ വലിയ താരമൂല്യം ഇപ്പോൾ ദാവൂദിനെ. കാരണം കേരള ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും ഒരു പത്രാധിപൻ്റെ തല വെട്ടും അല്ലെങ്കിൽ കൈവെട്ടും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളി ഉയർന്നിട്ടില്ല. ഇനി ഉയർന്നുണ്ടെങ്കിൽ തന്നെ അതാത് പത്രങ്ങൾ ഇതുപോലെ ചർച്ചയാക്കിയില്ല. മനോരമയുടെ പഠിക്കൽ പോപ്പുലർ ഫുഡുകാർ നടത്തിയ സമരം വെച്ച് നോക്കുമ്പോൾ അത് മനോരമക്കാർക്ക് പത്രത്തിൽ വാർത്തയാക്കാതിരിക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ടാകും. ഈ മീഡിയ വൺ എന്ന് പറയുന്നത് കേരളത്തിലെ 11 ചാനലുകളിൽ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ്. അത് പുറകിൽ നിന്ന് ഫസ്റ്റാണ്. പുറകിൽ നിന്ന് ഫസ്റ്റായിട്ടുള്ള ഈ ചാനൽ അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. ഇതുപോലെയുള്ള ഈ വിഷജീവികളെ കൊണ്ട് സത്യവും അസത്യവും അർദ്ധസത്യവും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നതിന് മാർക്സിസത്തെ നശിപ്പിച്ച് കേരളത്തെ ശുദ്ധമാക്കി കളയാം, മതരാഷ്ട്രം ഇവിടെ തന്നെ പ്രാവർത്തികമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദാവൂദും അദ്ദേഹത്തിൻ്റെ മറ്റേ ശിങ്കിടി മുങ്കന്മാരും ഡിങ്കിരി ബാലന്മാരും ഒക്കെ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കണം. സത്യത്തിൽ ആ മുദ്രാവാക്യം വിളി ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് ദാവൂദിനെ കുറിച്ചുള്ള മുദ്രാവാക്യമേ അല്ല, അത് പൊതുവായിട്ടുള്ളൊരു മുദ്രാവാക്യം ആ കൂട്ടത്തിൽ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ സഖാക്കളുടെ ബോഡി ലാംഗ്വേജും അവർ വിളിക്കുന്ന രീതിയൊക്കെ കേട്ടാൽ മനസ്സിലാവും. ഇത് എല്ലാ പാർട്ടിക്കാരെ കുറിച്ച് ഇവർ വിളിക്കുന്നതാണ്, എല്ലാ നേതാക്കന്മാരെ കുറിച്ചും വിളിക്കുന്നതാണ്. ദാവൂദിനെ കുറിച്ചായപ്പോൾ കള്ള കുള്ള ദാവൂദേ എന്നൊക്കെ വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മൗദൂദികളെ പട്ടികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് അവനവൻ്റെ ചാനലിൽ തന്നെ ആൾക്കാരെ കേൾപ്പിക്കുകയും അതിൽ നിന്ന് നിർവൃത്തി കൊള്ളുകയും ഞങ്ങളുടെ പത്രാധിപരെ കൊല്ലാൻ വരുത്തുകയും എന്ന് പറഞ്ഞ് വിലപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നും എന്ന് ഞാൻ പറയുന്നില്ല. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുമല്ലോ എന്താണ് ഇതിൻ്റെ ആന്തരാർത്ഥം എന്നുള്ളത്. ഈ കൈവെട്ടിനെയും കാൽവെട്ടിനെയും കഴുത്തുവെട്ടിനെയൊക്കെ താത്വിക തലത്തിൽ ന്യായീകരിക്കുന്ന ആളാണ് ദാവൂദ്. ഇപ്പം മറിച്ചായി മറ്റുള്ളവരുടെ തല വെട്ടുമ്പോൾ പുള്ളി അതിന് സൈദ്ധാന്തികമായിട്ട് പല ന്യായീകരണങ്ങളും കണ്ടെത്തും. അധ്യാപകൻ്റെ കൈവെട്ടിനെ കുറിച്ച് ചോദിച്ചു, ദാവൂദ് അതിനെ ന്യായീകരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുൽസിത പ്രവൃത്തികൾ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്, പുള്ളി സൈദ്ധാന്തികമായിട്ട് ദാർശനിക തലത്തിൽ അതിനെ ന്യായീകരിക്കും. ഇപ്പോൾ പുള്ളിയുടെ കൈവെട്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇതാ കൊല്ലാൻ വരുന്നേ, ഓടി വരുന്നേ, മാധ്യമ സ്വാതന്ത്ര്യ അപകടത്തിലായി എന്നാണ് വിലാപം. നടക്കട്ടെ, ഇതൊക്കെ കേൾക്കാനൊരു രസമുണ്ട് എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. ഏതായാലും ദാവൂദിൻ്റെ രണ്ട് കാലും ഭദ്രമായിട്ട് ഇരിക്കട്ടെ. മാർക്സിസ്റ്റുകാർ ഇദ്ദേഹത്തിൻ്റെ വലത്തെ കൈ ഇടത്തെ കാലും വെട്ടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേർന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.